ഹായ് ഓൾ, എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം പോർഷൻ പക്വാട നമ്മൾ ഏപ്രിൽ 8 ടു 22 2025 ഏപ്രിൽ 8 ടു 25 നമ്മൾ പോർഷൻ പക്വാട എന്നുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ പോർഷൻ അഭിയാൻ്റെ ഭാഗമായിട്ട് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്കതിനകത്ത് നമ്മൾ ആദ്യത്തെ ദിവസത്തെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ അംഗനവാടി തലത്തിലും ബ്ലോക്ക് തലത്തിലും ഉദ്ഘാടനവും ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ദിവസം, അതായത് ഏപ്രിൽ 9 നമുക്ക് പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ 9 നടത്തേണ്ട പ്രവർത്തനം എന്താണ്, അത് എങ്ങനെ സംഘടിപ്പിക്കാം, നമ്മുടെ ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ ഇത് എങ്ങനെ എൻ്റർ ചെയ്യാം, ഏത് തീമിൽ ഏത് ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ഇത് മനസ്സിലാക്കാം. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പ്രവർത്തനം ആരംഭിക്കുക. കാരണം നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ രണ്ടാമത്തെ ദിവസം, ഇപ്പം നമുക്കറിയാം നമുക്ക് പോർഷൻ പക്വാടയുടെ ഭാഗമായിട്ട് നമുക്ക് തീമുകൾ തന്നിട്ടിരുന്നു. അതായത് ഫോക്കസ് ഓൺ ദ ഫസ്റ്റ് 1000 days ഓഫ് എ ചൈൽഡ്സ് ലൈഫ്, പിന്നെ പോപ്പുലൈസേഷൻ ഓഫ് ഡെം ബെനിഫിഷ്യറി മൊഡ്യൂൾ ദ പോർഷൻ ട്രാക്കർ ആപ്പ്, മാനേജ്മെൻറ്റ് ഓഫ് മാൽ ന്യൂട്രീഷൻ ത്രൂ CMAM മൊഡ്യൂൾ. നമുക്കറിയാം നമ്മൾ CMAM ഒക്കെ നോക്കുന്ന ആളാണ്. അതായത് സിവിയർലി മാൽ ന്യൂട്രീഷൻ, അതുപോലെ മോഡറേറ്റ്ലി അറിയാമല്ലോ CMAM. അതുപോലെ തന്നെ ഗ്രോത്ത് മോണിറ്ററിങ് നമ്മൾ ചെയ്യുന്നൊരു പ്രവർത്തനമാണ്. ഈ ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ ഹൈറ്റ് വെയിറ്റ് ഒക്കെ എടുത്ത് അവരുടെ അപ്പോഴത്തെ ഒരു നിലവാരം അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു നില മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ പോഷൺ അഭിയാൻ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ പോഷൺ അഭിയാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്നുണ്ട്. നമ്മൾ പോഷൺ മാ എന്ന പ്രവർത്തനം സെപ്റ്റംബറിൽ ചെയ്യാറുള്ളതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പോഷൺ പക്വാട. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ സെക്കൻഡ് ഡേയിലെ പ്രവർത്തനം എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങളിവിടെ നോക്കാം. രണ്ടാമത്തെ ദിവസത്തെ പ്രവർത്തനം നോക്കി നിങ്ങൾ 9th ഏപ്രിൽ 2025 പോഷൻ പക്വയുടെ ഭാഗമായി അംഗനവാടികളിൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം നടത്തേണ്ടതാണ്. ദെൻ ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യും വേണം. അപ്പോൾ പോഷൻ പക്വയുടെ 3 to 6 കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം നടത്തുമ്പോൾ നിങ്ങൾക്കറിയാം 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മുടെ അംഗനവാടിയിൽ വരുന്ന കുട്ടികളാണ് കൂടുതലും. മനസ്സിലായില്ല, നമ്മൾ HCM കൊടുക്കുന്ന കുട്ടികളാണ് 3 to 6 കാറ്റഗറി ഹോട്ട് കുക്ക്ഡ് മീൽ. അപ്പോൾ ഈ കുട്ടികളുടെ എന്ത് ചെയ്യണം, വളർച്ചാ നിരീക്ഷണം നിങ്ങൾ നടത്തണം. 3 to 6 കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം നടത്തിയിട്ട് അതിന് ശേഷം എന്ത് ചെയ്യണം, അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ആ കുട്ടികൾ സാമോ മേമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാറ്റഗറിയിൽ വരുന്നവരാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. നമുക്കറിയാം ഒബസിറ്റിയിൽ വരാം, സാമിൽ വരാം, മാമിൽ വരാം. അപ്പോൾ അതുപോലെ പല രീതിയിലുള്ള കാറ്റഗറിയിൽ ഈ കുട്ടികൾ വരാം. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാറ്റഗറി, അതായത് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ വളരെ ചെറിയ ഹൈറ്റുള്ള കുട്ടികളായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതിൻ്റെ ചാർട്ടും മറ്റു കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏപ്രിൽ 9 നിങ്ങൾ അംഗനവാടികളിൽ വെച്ച് 3 to 6 കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം നടത്തണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യും വേണം. അതിൻ്റെ ഗ്രൂപ്പ്, അതുപോലെ തീം, ആക്ടിവിറ്റിയാണ് ഞാൻ ജസ്റ്റ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. നമ്മളറിയാം ഫോക്കസ് ഓൺ ഫസ്റ്റ് 1000 days നമ്മൾ നേരത്തെ ആ തീമിൽ കണ്ടിരുന്നു. ആക്ടിവിറ്റി ഗ്രോത്ത് മോണിറ്ററിങ് സെഷൻ ഫോർ അംഗനവാടി ചിൽഡ്രൻ, അത് PM-നും അതിൽ തീം നമ്മുടെ ആക്ടിവിറ്റി വരുന്ന സമയത്ത് ഇപ്പോൾ ഞാനിതിൽ തുടർന്ന് നമ്മൾ ജൻ ആന്തോളനിൽ എൻ്റർ ചെയ്യുന്നത് കാണിച്ചു തരും. ആ സമയത്ത് ആക്ടിവിറ്റി ഞാൻ നിങ്ങൾക്ക് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ഗ്രോത്ത് മോണിറ്ററിങ്ങിൻ്റെ 2 ഫോട്ടോസ് കാണിച്ചു തരാം. ഇത് കണ്ട ആ കുട്ടിയുടെ ഹൈറ്റ്, നമുക്കറിയാം നമ്മൾ കുട്ടികളുടെ ഹൈറ്റും വെയിറ്റൊക്കെ എടുക്കാനായിട്ട് അതിന് വേണ്ട ഉപകരണങ്ങളൊക്കെ നമ്മുടെ അംഗനവാടികളിലുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ഹൈറ്റ് വെയിറ്റൊക്കെ എൻ്റർ ചെയ്യണം. കണ്ട ഈ 3 കുട്ടികൾ വ്യത്യസ്തമായ ഹൈറ്റാണ് അവർക്ക് കാണിക്കുന്നത്. കണ്ട ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ. അപ്പോൾ മെയിലാവുമ്പോഴും ഫീമെയിലാവുമ്പോഴും അവർക്ക് ഓരോ ഏജിലും വരുന്ന ഹൈറ്റിനും വെയിറ്റിനും വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ചാർട്ട് വെച്ചുകൊണ്ട് തന്നെ, ടീച്ചർമാരെ സംബന്ധിച്ച് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുമായിരിക്കാം. എങ്കിൽ കൂടിയും ഒരു റെഫറൻസ് പോലെ അതിൻ്റെ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ കുട്ടികൾ ഏത് കാറ്റഗറിയിൽ പെടുന്നവരാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. കണ്ട അപ്പോൾ നിങ്ങൾ 3 to 6 കുട്ടികളെ ഇതുപോലെ തന്നെ പ്രവർത്തനം ചെയ്തിട്ട് അവരിൽ സാമോ മാമോ അല്ലെങ്കിൽ ഒബസിറ്റിയോ അണ്ടർ വെയ്റ്റോ ഓവർ വെയ്റ്റോ അങ്ങനെ ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യും വേണം.
ഇനി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആ ചാർട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടെ ശ്രദ്ധിക്കുക, അസസ്മെൻറ്റ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. കണ്ട, ആ കുട്ടികളുടെ ഹൈറ്റ് വെയിറ്റും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കണ്ട. ബോയ് ഗേളിൻ്റെ വ്യത്യാസം എന്നൊക്കെ നിങ്ങൾ അവിടെ ഇത് കാണിച്ചിട്ടുണ്ട്, റെഫറൻസ് റേഞ്ച് മനസ്സിലായ, ഏജ് കാണിച്ചിട്ടുണ്ട്. അവരുടെ ഹൈറ്റിൻ്റെയും വെയിറ്റിൻ്റെയും ബോയുടെ ഗേളിൻ്റെയും റെഫറൻസ് റേഞ്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ ഗേളിൻ്റെയും ബോയുടെ റെഫറൻസ് റേഞ്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള ഗ്രോത്ത് ചാർട്ടുകളുടെ ഹെൽപ്പോട് കൂടിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഈ ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട്. അപ്പോൾ ആ കുട്ടികളുടെ കറക്റ്റായിട്ടുള്ള സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ കണ്ട, അസസ്മെൻറ്റ് ഓഫ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ, കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും എടുക്കുന്നത് എങ്ങനെയാണ്, അവരെങ്ങനെ അതിൽ കണ്ട, അവർ അംഗനവാടി ടീച്ചർ ആ കുട്ടിയുടെ ഹൈറ്റ് എടുക്കുന്നത് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ILA എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിലൂടെ, ഇൻക്രിമെൻ്റൽ ലേണിംഗ് അപ്രോച്ച് ILAയിലൂടെ ടേക്ക് അവേ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകളും സെഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ വെൽ സ്റ്റഡീഡാണ്. അപ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. കറക്റ്റായിട്ട് ആ 3 to 6 കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്നും തിരിക്കണം. സാമുള്ള കുട്ടിയുണ്ടോ, മാമുള്ള കുട്ടിയുണ്ടോ, അണ്ടർ വെയിറ്റോ ഓവർ വെയിറ്റ് ഒബസിറ്റി, അങ്ങനെ ഓരോന്ന് തിരിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണം. ഓക്കെ, നിങ്ങൾക്ക് അതുപോലെ തന്നെ റെഫർ ചെയ്യാവുന്ന വേറൊരു ചാർട്ടാണ് ഇതിൽ കണ്ട. ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, നമുക്ക് 3 to 6 ഇയേഴ്സാണ് വേണ്ടത്. അതിൽ നോക്കി നിങ്ങൾ 3 ഇയേഴ്സിന് വെയിറ്റും നോക്കിയാൽ 3 ഇയേഴ്സിന് 11.8 വെയിറ്റും 88.9 ഹൈറ്റ് വേണ്ടത്. കണ്ട, ബോയിനെ സംബന്ധിച്ച്, ഗേളിനെ സംബന്ധിച്ച് നോക്കിയാൽ 11.2 വെയിറ്റും 87.2 ഹൈറ്റാണ് വേണ്ടത്. അപ്പോൾ 3 to 6 ഇയർ കുട്ടികളുടെ ഈ പറയുന്ന ഈ നോർമൽ ലെവലുള്ള കുട്ടികളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളെയും നിങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനത്തിലൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാർട്ടുകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നമുക്കിതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചാർട്ടുകൾ ഉണ്ട്. സോ ദെൻ നമുക്കിനി ഇതെങ്ങനെ നമ്മുടെ ഡാഷ്ബോർഡിൽ എൻ്റർ ചെയ്യാൻ നോക്കാം. ജൻ ആന്തോളൻ ഡാഷ്ബോർഡിൽ എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം നമുക്കതിലേക്ക് എൻ്റർ ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്തായിട്ട് നോക്കാം. നമ്മളതിനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ എല്ലാവരും കയറുക. അതിനുശേഷം നിങ്ങളവിടെ എന്ത് ചെയ്യണം, ജൻ ആന്തോളൻ എന്ന് സെർച്ച് ചെയ്യുക. ജൻ ആന്തോളൻ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തെന്ന് കാണാം, പോഷൻ അഭിയാൻ ജൻ ആന്തോളൻ എന്ന് കാണാം. അതും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചിലപ്പോൾ നെറ്റ് സ്ലോ ഒക്കെ ആണെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് ഓപ്പണായി വരും. ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ പ്രവർത്തനം എൻ്റർ ചെയ്യാനും പറ്റും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ദെൻ നിങ്ങളിവിടെ ഇത് തുറന്നതിന് ശേഷം ആ 3 വരകൾ കണ്ടില്ല, ആ 3 വരയും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡാറ്റ എൻട്രിയുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അടിക്കണം. ഇവിടെ നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യണം. നമുക്കറിയാം, നമ്മൾ നോർമലി ഞാൻ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്യുക, ഓരോ അംഗനവാടിക്ക്, അതായത് ഒരു പ്രൊജക്റ്റിന് ഒറ്റ കോഡാണ്, അതായത് ഒരു ബ്ലോക്കിന് ഒറ്റ കോഡാണ്, അതെല്ലാ അംഗനവാടികൾക്കും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോക്ക് കോർഡിനേറ്റർ വഴിയോ അല്ലെങ്കിൽ CDP സൂപ്പർവൈസർ വഴിയോ നിങ്ങൾക്ക് ആ യൂസർ നെയിം പാസ്വേഡ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സെയിം യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ എൻ്റർ ചെയ്യണം. അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ആ ഒരു ബോക്സ് വന്നിട്ട് അതിൽ ടിക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നേരിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് എൻ്റർ ആവുകയും ചെയ്യും. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, പോർഷൻ പക്കോട ഒന്നും ചേഞ്ച് ചെയ്യാനില്ല, തീം സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ തീം എന്ന് പറയുന്നത് ആദ്യത്തെ തീം തന്നെയാണ്, ഫോക്കസ് ഓൺ ഫസ്റ്റ് 1000 ഡേയ്സ്. അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ തീം സെലക്ട് ചെയ്യുക. ഫോക്കസ് ഓൺ ഫസ്റ്റ് 1000 ഡേയ്സ് സെലക്ട് ചെയ്തു. ദെൻ ബ്ലോക്ക് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, അംഗനവാടി ലെവലാക്കണം. ശേഷം നിങ്ങളുടെ അംഗനവാടിയുടെ പേര് അടിച്ചു കൊടുക്കുക. എന്താണോ നിങ്ങളുടെ അംഗനവാടിയുടെ പേര്, ആ പേര് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം. ജസ്റ്റ് ചില സമയത്ത് ഇതുപോലെ വരും, ഇതുപോലെ സംതിങ് വെൻ റോങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നുകൂടിയും ഈ അംഗനവാടി ബ്ലോക്ക് എന്നുള്ളതില്ല, അതൊന്നുകൂടി ജസ്റ്റ് ബ്ലോക്ക് തന്നെ ആക്കിയിട്ട് തിരിച്ച് അംഗനവാടി തന്നെ ഇടുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അംഗനവാടി സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. അംഗനവാടി സെലക്ട് ചെയ്തു. ദെൻ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. നമുക്കിവിടെ ആക്ടിവിറ്റി വരാൻ ബുദ്ധിമുട്ട് വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ തീം ഉണ്ടല്ലോ, ഈ തീമൊന്ന് ജസ്റ്റ് മാറ്റിയിടുക വെറുതെ. എന്നിട്ട് തിരിച്ച് നമ്മുടെ സെയിം തീമിലേക്ക് തന്നെ വരാം. ആ ബുദ്ധിമുട്ട് വരുന്നാൽ മാത്രം കേട്ടോ. ഫോക്കസ് ഓൺ ഫസ്റ്റ് 1000 ഡേയ്സ് ചെയ്യുക, അംഗനവാടി ലെവലാക്കുക, അംഗനവാടി സെലക്ട് ചെയ്യുക, ദെൻ ആക്ടിവിറ്റി സെലക്ട് ചെയ്യുക.
അപ്പോൾ നമുക്കറിയാം നമ്മൾ ഗ്രോത്ത് മോണിറ്ററിംഗ് ആണ് അവിടെ ചെയ്യണത്, വളർച്ചാ നിരീക്ഷണം. അപ്പോൾ നിങ്ങൾക്ക് 2 തീമുണ്ട്. 2 തീമും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ നോക്കിയാൽ ഗ്രോത്ത് മോണിറ്ററിംഗ് സെഷൻ ഫോർ പ്രഗ്നന്റ് വുമൺ അല്ലെങ്കിൽ ഗ്രോത്ത് മോണിറ്ററിംഗ് ഫോർ ചിൽഡ്രൻ അണ്ടർ 2 years. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കിവിടെ ഗ്രോത്ത് മോണിറ്ററിങ്ങുമായി ബന്ധപ്പെട്ട 2 തീമുകൾ ഇത് 2 വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇത് 2 സെലക്ട് ചെയ്താൽ മതി. നമ്മൾ ആക്ച്വലി 3 to 6 year കുട്ടികളുടെയാണ് ഗ്രോത്ത് മോണിറ്ററിംഗ് നടത്തുന്നത്. പക്ഷേ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിട്ടൊരു പേര് നമ്മുടെ ഈ ആക്ടിവിറ്റിയിൽ പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്നില്ലെങ്കിൽ ഗ്രോത്ത് മോണിറ്ററിംഗ് എന്നുള്ള അത് സെക്ഷൻ ഉണ്ടല്ലോ, ഗ്രോത്ത് മോണിറ്ററിംഗ് സെഷൻ ഫോർ പ്രഗ്നന്റ് വുമൺ, അത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ തന്നെ ഗ്രോത്ത് മോണിറ്ററിംഗ് സെഷൻ ഫോർ അണ്ടർ 2 years ചിൽഡ്രൻ. കണ്ടാ, ഇതിലേതെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുക്കാം. അതിനുശേഷം ഫ്രം ഡേറ്റ് കൊടുക്കാം. നിങ്ങൾ നടത്തുന്ന 9-ാം തീയതിയാണ് നമ്മൾ നടത്തുന്നത്, അപ്പോൾ 9-ാം തീയതി തന്നെ കൊടുക്കണം. ടു ഡേറ്റും 9-ാം തീയതി തന്നെ കൊടുക്കണം. ഇവിടെ എണ്ണം കാണിക്കുക, എത്ര അഡൾട്ട്, എത്ര മെയിലുണ്ട്, എത്ര ഫീമെയിലുണ്ട്, അതുപോലെ ചിൽഡ്രൻ എത്ര പേരുണ്ടായിരുന്നു, മെയിൽ ഫീമെയിൽ ചിൽഡ്രൻ്റെ എണ്ണം കാണിക്കുക. അതുപോലെ അഡോൾസൻറ്റ് ഗേൾസ് എണ്ണം കാണിക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അപ്ലോഡ് ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു 2 MB ഉള്ളിലുള്ള ഫയലായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. എത്ര MB? 2 MB ഉള്ളിൽ. അപ്പോൾ നിങ്ങൾ ഈ ബ്രൗസ് ഫയൽ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രവർത്തനം അവിടെ കാണിച്ചു, അവിടെ വന്നു. കണ്ട, അത് കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ ആ ഫയൽ നെയിമും .jpg എന്ന് പറഞ്ഞ് കാണിക്കും. നിങ്ങൾ എൻ്റർ ചെയ്യണത് 2 MB കൂടുതലാണെങ്കിൽ അവിടെ സൈസ് കൂടുതലാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതി കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. നിങ്ങളെടുത്തിരിക്കുന്ന ആ പ്രവർത്തനത്തിൻ്റെ ഫോട്ടോയുടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അത് എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ 2 MB ഉള്ളിലായിരിക്കും, അത് മുന്നോട്ട് പോവുകയും ചെയ്യും. ദെൻ നിങ്ങൾ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ചില സമയങ്ങളിൽ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണിക്കാനായിട്ട് കുറച്ച് ഡിലേ വരാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം അത് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആയോളും. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണിച്ചു. ചില സമയങ്ങളിൽ നെറ്റ്വർക്ക് സ്ലോ ആണെങ്കിൽ ചിലപ്പോൾ 1 മിനിറ്റൊക്കെ ഡിലേ വരാം. പക്ഷേ ഇതുപോലെ നിങ്ങൾക്ക് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനം സക്സസ് ആയെന്നാണ് അർത്ഥം. ഇപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യം നിങ്ങൾ ഇതുപോലെ കൃത്യമായിട്ട് ചെയ്യുക. കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രവർത്തനം സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. നിങ്ങൾ ആ ഒരു പ്രവർത്തനം എൻ്റർ ചെയ്തെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞു തന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.